എൻ.എം. വിജയന്റെ മരണക്കുറിപ്പുമായി വന്ന മകൻ ഭീഷണിപ്പെടുത്തിയെന്ന ആക്ഷേപത്തിൽ വൈകാരിക പ്രതികരണവുമായി കുടുംബം. അച്ഛന്റെ അവസാന പ്രതീക്ഷയുമായാണ് നേതാക്കളെ കണ്ടതെന്ന് മകൻ വിജേഷ് പറഞ്ഞു. മരിച്ചിട്ടും കോൺഗ്രസിൽ നിന്ന് അച്ഛന് നീതി ലഭിച്ചിട്ടില്ല. ഒരു നേതാവ് സംസാരിക്കേണ്ട ഭാഷയിലായിരുന്നില്ല കുടുംബത്തോട് വി.ഡി. സതീശൻ സംസാരിച്ചതെന്നും മകൻ പറഞ്ഞു. വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും DCC ട്രഷററുമായ എൻ.എം. വിജയൻ കോൺഗ്രസ് നേതാക്കൾക്കു വേണ്ടി വാങ്ങിയ സാമ്പത്തിക ബാധ്യതയിലാണ് ജീവനൊടുക്കിയത്. ആത്മഹത്യക്കുറിപ്പായി എഴുതിയ സംസ്ഥാന നേതാക്കൾക്കുള്ള കത്തിൽ അതെല്ലാം സമഗ്രമായി വിവരിച്ചു അദ്ദേഹം. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും നൽകി 10 ദിവസം കാത്തിരിക്കണമെന്നും അതിൽ എഴുതി വെച്ചു. ആ കത്തുമായി എത്തിയ മകനോട് ദയയില്ലാതെയാണ് നേതാക്കൾ സംസാരിച്ചത്. നീതി ലഭിക്കില്ലെന്നുറപ്പായതോടെ വേദനയോടെ കുടുംബം മടങ്ങുകയായിരുന്നു. ഉറ്റവരുടെ ദാരുണ മരണത്തിൽ വേദനയോടെ നിൽക്കുന്ന കുടുംബത്തെക്കുറിച്ച് അവഹേളനം പിന്നീടും പ്രതിപക്ഷ നേതാവ് തുടർന്നു. കത്തുമായെത്തി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ഇന്നത്തെ പ്രതികരണം. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. വായിച്ച നിങ്ങളൊന്ന് മുഴുവൻ കത്ത്. അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി. അതായത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവർ എന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു 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 ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. കടിഞ്ഞ ദുഃഖത്തോടെയായിരുന്നു ഇതിനോട് എൻ.എം. വിജയന്റെ കുടുംബം പ്രതികരിച്ചത്. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും അച്ഛൻ വിശ്വസിച്ച പ്രസ്ഥാനം നീതി നൽകിയില്ല. വി.ഡി. സതീശനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്താനാവുമെന്നും കരുതുന്നില്ല. നേതാക്കളിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് അച്ഛൻ വിശ്വസിച്ചിരുന്നു. അതിനാലാണ് പറവൂരിലെ ഓഫീസിലെത്തി കത്ത് നൽകിയതെന്നും മകൻ വിജേഷ് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. കാര്യങ്ങൾ പറഞ്ഞു, അത് ഇതാക്കി എന്നല്ലാതെ ഞാൻ ഭീഷണി എന്ന് പറഞ്ഞ സ്വരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടുമില്ല. മരണശേഷം അനുശോചനം അറിയിക്കാൻ പോലും ആരും എത്തിയില്ല. മരണശേഷമെങ്കിലും ആരെങ്കിലും ഇടപെടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അനീതിയാണ് ഉണ്ടായതെന്നും മകൻ പ്രതികരിച്ചു. കൈരളി ന്യൂസ്, വയനാട്.